ഛത്തീസ്ഗഡിൽ ഇന്നലെ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചത് ഉന്നത CPI മാവോയിസ്റ്റ് നേതാവിനെ. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗൗതം എന്ന സുധാകറാണ് കൊല്ലപ്പെട്ടത്. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നുണ്ട്, പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാക്കളെ വധിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന ഓപ്പറേഷന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, സ്മിത, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ബിജാപൂരിലെ നാഷണൽ പാർക്കിനോട് ചേർന്ന വനമേഖലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇതിൽ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വിവരം, ഈ ഉന്നത CPI മാവോയിസ്റ്റ് നേതാക്കൾ ഈ വനമേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നതായിരുന്നു സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സേന ഈ മേഖലയിലൊരു തെരച്ചിൽ നടത്തുന്നതും അതിനൊടുവിലേക്ക് ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും. എന്തായാലും നിലവിൽ ആ ഒരു ദൗത്യത്തിൽ സുരക്ഷാ സേന ഈ ഉന്നത CPI മാവോയിസ്റ്റ് നേതാവിനെയാണ് വധിച്ചിരിക്കുന്നത്. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം ഗൗതം എന്ന സുധാകരനെയാണ് സേന വധിച്ചിരിക്കുന്നത്. ഇയാളുടെ ചിത്രമടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്നും AK-47 അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 40 ലക്ഷത്തോളം ഇയാളുടെ തലയ്ക്ക് ഇനാം ഛത്തീസ്ഗഡിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അത്രയ്ക്ക് കൊടും മാവോയിസ്റ്റ് കൂടിയാണ് ഈ വധിച്ച സുധാകർ എന്നുള്ളത്. ഇദ്ദേഹം നിരവധി സുരക്ഷാ സേനകൾക്ക് എതിരായ ആക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകൻ കൂടിയാണ് ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വധിച്ച സുധാകർ എന്നും സുരക്ഷാ സേന പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനു മുൻപ് CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറിയെ സേന വധിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വിജയം ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയിൽ സുരക്ഷാ സേന കൈവരിച്ചിരിക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.